ഡിയർ സ്റ്റുഡൻസ്, ലേൺ കൊമേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീമ സാറ ജോൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിലെ ഡെബിറ്റ് നോട്ട് ആൻഡ് ക്രെഡിറ്റ് നോട്ട്സിനെ കുറിച്ചാണ്. ആദ്യം ഡെബിറ്റ് നോട്ട്സ് എന്താണ് എന്ന് നോക്കാം. സെക്ഷൻ 2 സബ്സെക്ഷൻ 36ലാണ് ഡെബിറ്റ് നോട്ട്സിനെ പറ്റി മെൻഷൻ ചെയ്തിരിക്കുന്നത്. എന്താണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 36ൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. Where a tax invoice has been issued for supply of any goods or services and the taxable value or tax charged in that tax invoice is found to be less than the taxable value or tax payable in respect of such supply, the taxable person who has supplied such goods or services shall issue to the recipient a debit note containing the prescribed particulars. എന്താണ് ഡെബിറ്റ് നോട്ട് എന്ന് നമുക്കിനി ഒരു ഉദാഹരണത്തിൽ കൂടെ മനസ്സിലാക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് നോക്കാം. Where a tax invoice has been issued for supply of any goods or services. ടാക്സ് ഇൻവോയ്സ് എന്താണെന്നും ടാക്സ് ഇൻവോയ്സ് എപ്പോഴൊക്കെയാണ് ഇഷ്യൂ ചെയ്യേണ്ടതെന്നും നമ്മൾ മുൻപത്തെ വീഡിയോയിൽ വിശദമായി പറഞ്ഞിരുന്നു. ഡെബിറ്റ് നോട്ടിൽ എന്താണെന്ന് നമുക്കൊരു ഉദാഹരണത്തിൽ കൂടെ മനസ്സിലാക്കാം. സെക്ഷൻ 2 സബ്സെക്ഷൻ 36ൽ ഡെബിറ്റ് നോട്ടിനെ പറ്റി മെൻഷൻ ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് ഓരോന്നും നമുക്ക് പാർട്ട് ബൈ പാർട്ടായിട്ട് എന്താണ് ഡെബിറ്റ് നോട്ട് എന്ന് മനസ്സിലാക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് where a tax invoice has been issued for supply of any goods or services. അതായത് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് പ്രൊവൈഡ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ സപ്ലൈ ചെയ്തപ്പോൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു എന്നുള്ളതാണ് ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്. അതായത് ABC ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സപ്ലയർ XYZ ലിമിറ്റഡ്, അതായത് നമ്മുടെ റെസിപ്പിയന്റ് ആയ XYZ ലിമിറ്റഡിന് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് സപ്ലൈ ചെയ്തപ്പോൾ ഒരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു. ഇത്രയും കാര്യമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. ഇനി സെക്കൻഡ് പാർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞു. വേറെ ടാക്സ് ഇൻവോയ്സ് ഹാസ് ബീൻ ഇഷ്യൂഡ് ഫോർ സപ്ലൈ ഓഫ് എനി ഗുഡ്സ് ഓർ സർവീസസ് നമ്മൾ കഴിഞ്ഞു. നെക്സ്റ്റ് പാർട്ടിൽ ആൻഡ് ദ ടാക്സബിൾ വാല്യൂ ഓർ ടാക്സ് ചാർജ്ഡ് ഇൻ ദാറ്റ് ടാക്സ് ഇൻവോയ്സ് അതെന്താണെന്ന് നോക്കാം. അതായത് ABC ലിമിറ്റഡ് എന്ന് പറയുന്ന സപ്ലയർ XYZ ലിമിറ്റഡ് എന്ന റെസിപ്പിയന്റിന് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തപ്പോൾ ആ ഇൻവോയ്സിൽ കാണിച്ചിരിക്കുന്ന ടാക്സബിൾ വാല്യൂ അതുപോലെ തന്നെ GSTയുടെ റേറ്റും. ഇൻവോയ്സിൽ 1000 rupees ആണ് ടാക്സബിൾ വാല്യൂ കാണിച്ചിരിക്കുന്നത്. GST റേറ്റ് എന്ന് പറയുന്നത് 12%. നമുക്കറിയാം ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൽ 5 ടാക്സ് റേറ്റുകളുണ്ട്. 0%, 5%, 12%, 18% ആൻഡ് 28%. ഇങ്ങനെ 5 ടാക്സ് റേറ്റുകളുണ്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൽ. ഈ കേസിൽ ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞ സപ്ലയർ XYZ ലിമിറ്റഡ് എന്ന റെസിപ്പിയന്റിന് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തപ്പോൾ ഇൻവോയ്സിൽ ടാക്സബിൾ വാല്യൂ ആയിട്ട് 1000 രൂപയും GSTയുടെ റേറ്റ് മെൻഷൻ ചെയ്തിരിക്കുന്നത് 12%. ആദ്യത്തെ രണ്ട് പാർട്ട് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ? ആൻഡ് ദ ടാക്സബിൾ വാല്യൂ ഓർ ടാക്സ് ചാർജ് ഇൻ ദാറ്റ് ടാക്സ് ഇൻവോയ്സ് ഈസ് found to be less than the taxable value or tax payable in respect of such supply. അതായത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തപ്പോൾ 1000 രൂപയാണ് കാണിച്ചിരിക്കുന്നത്, ടാക്സ് റേറ്റ് 12ഉം. പക്ഷെ ആക്ച്വലി ഇൻവോയ്സിന്റെ എമൗണ്ട് 1200 ആയിരുന്നു. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 18% ആയിരുന്നു. അതായത് സപ്ലയർ റെസിപ്പിയന്റിന് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തപ്പോൾ ആക്ച്വൽ എമൗണ്ട് 1200 ആണ്. പക്ഷേ ബൈ മിസ്റ്റേക്ക് സപ്ലയർ 1000 rupees മാത്രമേ ഇൻവോയ്സിൽ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ GST റേറ്റ് മെൻഷൻ ചെയ്ത് കുറഞ്ഞു പോയി. ആക്ച്വലി ശരിക്കും 18% ആയിരുന്നു. പക്ഷേ ബൈ മിസ്റ്റേക്ക് സപ്ലയർ ബില്ലിൽ കാണിച്ച് 12% എന്നാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ the taxable person who has supplied such goods or services shall issue to the recipient a debit note containing the prescribed particulars. അതായത് ആക്ച്വൽ എമൗണ്ടിനെക്കാട്ടിലും കുറവ് എമൗണ്ട് ആണ് സപ്ലയർ ഇൻവോയ്സിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ GST റേറ്റ് കുറവാണ് മെൻഷൻ ചെയ്തിരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ സപ്ലയർ റെസിപ്പിയന്റിന് ഇഷ്യൂ ചെയ്യുന്നതാണ്
ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. അതായത് ABC ലിമിറ്റഡ് എന്ന് പറയുന്ന സപ്ലയർ XYZ ലിമിറ്റഡ് എന്ന റെസിപ്പിയന്റിന് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് സപ്ലൈ ചെയ്തപ്പോൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു. ആ ഇൻവോയ്സിൽ ടാക്സബിൾ വാല്യൂ 1000 എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് റേറ്റ് മെൻഷൻ ചെയ്തിരിക്കുന്നത് 12% ആണ്. ബട്ട് ആക്ച്വലി ടാക്സബിൾ വാല്യൂ 1200 ആയിരുന്നു. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിന്റെ റേറ്റ് 18% ആയിരുന്നു. ബൈ മിസ്റ്റേക്ക് ഇൻവോയ്സിൽ കാണിച്ചിരിക്കുന്ന ടാക്സബിൾ വാല്യൂവിന്റെ എമൗണ്ടോ അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിന്റെ റേറ്റോ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ സപ്ലയർ റെസിപ്പിയന്റിന് ഇഷ്യൂ ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് ഇൻവോയ്സ് ആണ് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. ഈ സിറ്റുവേഷനിൽ 1000 രൂപ മാത്രമേ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തപ്പോൾ കാണിച്ചിട്ടുള്ളൂ. പക്ഷെ ആക്ച്വലി 1200 ആയിരുന്നു. ഇനി ഒരു 200 രൂപ കൂടി റെസിപ്പിയന്റിന്റെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യേണ്ടതുണ്ട്. ആ എക്സ്ട്രാ എമൗണ്ട് റിസീവ് ചെയ്യുന്നതിന് വേണ്ടി സപ്ലയർ റെസിപ്പിയന്റിന് ഇഷ്യൂ ചെയ്യുന്ന ഒരു ടാക്സ് ഇൻവോയ്സിനെയാണ് നമ്മൾ ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. ഈ കേസിൽ എക്സ്ട്രാ ടാക്സബിൾ വാല്യൂ 200 രൂപയെ മേടിക്കണം. അതുപോലെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിന്റെ റേറ്റ് ഒരു 6% കൂടെ കിട്ടാനുണ്ട്. ഇൻവോയ്സിൽ 12% മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ആക്ച്വലി 18% ആയിരുന്നു. ആക്ച്വൽ എമൗണ്ട് 1200, പക്ഷേ ഇൻവോയ്സിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് 1000 rupees. സോ ഒരു 200 രൂപയും കൂടെ റെസിപ്പിയന്റിന്റെ കയ്യിൽ മേടിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ ആക്ച്വൽ റേറ്റ് 18% ആയിരുന്നു. പക്ഷേ ഇൻവോയ്സിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് 12% മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സ്ട്രാ എമൗണ്ട് അല്ലെങ്കിൽ അഡീഷണൽ എമൗണ്ട് റെസിപ്പിയന്റിന്റെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യേണ്ട സാഹചര്യത്തിൽ സപ്ലയർ ഇഷ്യൂ ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് ഇൻവോയ്സ് ആണ് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. ഇനി എക്സ്ട്രാ ഈ 200 rupeesഉം കൂടെ റെസിപ്പിയന്റിന്റെ കയ്യിൽ നിന്ന് സപ്ലയർ റിസീവ് ചെയ്യുമ്പോൾ ആ 200 രൂപയും കൂടെ ടാക്സ് സപ്ലയർ ഗവൺമെന്റിലേക്ക് പേ ചെയ്യേണ്ടതുണ്ട്. അതായത് നിലവിൽ 1000 രൂപയുടെ ടാക്സിന്റെ എമൗണ്ട് മാത്രമേ സപ്ലയർ ഗവൺമെന്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ 1200 ആണ് ആക്ച്വൽ എമൗണ്ട്. സോ ആ ഡിഫറൻസ് ആയി 200 രൂപയുടെ ടാക്സിന്റെ പോർഷനും കൂടെ സപ്ലയർ ഗവൺമെന്റിലേക്ക് പേ ചെയ്യേണ്ടതുണ്ട്. അതായത് ഒരു സപ്ലയർ എപ്പോഴൊക്കെയാണോ ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് അപ്പോഴൊക്കെ സപ്ലയറിന്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ഗവൺമെന്റിലേക്ക് അഡീഷണൽ എമൗണ്ടിന്റെ ടാക്സും കൂടെ പേ ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. ഇനി ക്രെഡിറ്റ് നോട്ട് എന്താണെന്ന് നോക്കാം. സെക്ഷൻ 2 സബ്സെക്ഷൻ 35ലാണ് ക്രെഡിറ്റ് നോട്ടിനെ പറ്റി മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഡെബിറ്റ് നോട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. അതായത് വേറെ ടാക്സ് ഇൻവോയ്സ് ഹാസ് ബീൻ ഇഷ്യൂഡ് ഫോർ സപ്ലൈ ഓഫ് എനി ഗുഡ്സ് ഓർ സർവീസസ് ആൻഡ് ദ ടാക്സബിൾ വാല്യൂ ഓർ ദ ടാക്സ് ചാർജ് ഇൻ ദാറ്റ് ടാക്സ് ഇൻവോയ്സ് is found exceed the taxable value or tax payable in respect of such supply, the taxable person who has supplied such goods or services shall issue to the recipient a credit note. ഈ ക്രെഡിറ്റ് നോട്ട് എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് വേറെ ടാക്സ് ഇൻവോയ്സ് ഹാസ് ബീൻ ഇഷ്യൂഡ് ഫോർ സപ്ലൈ ഓഫ് എനി ഗുഡ്സ് ഓർ സർവീസസ്. ഡെബിറ്റ് നോട്ടിന്റെ കേസിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞ സപ്ലയർ XYZ ലിമിറ്റഡ് എന്ന റെസിപ്പിയന്റിന് ഒരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യും. ആൻഡ് ദ ടാക്സബിൾ വാല്യൂ ഓർ ദ ടാക്സ് ചാർജ് ഇൻ ദാറ്റ് ടാക്സ് ഇൻവോയ്സ്. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന സമയത്ത് ഇൻവോയ്സിൽ കാണിച്ചിരിക്കുന്ന ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത് 1000 rupees ആണ്. GSTയുടെ റേറ്റ് മെൻഷൻ ചെയ്തിരിക്കുന്നത് 12% ആണ്. is found to exceed the taxable value or tax payable in respect of such supply. ഡെബിറ്റ് നോട്ടിൽ നമ്മൾ പറഞ്ഞു ലെസ് ദാൻ ആയിരുന്നു. പക്ഷെ ക്രെഡിറ്റ് നോട്ടിൽ എന്താ ഫൗണ്ട് ടു ബി എക്സീഡ് ദ ടാക്സബിൾ വാല്യൂ. അതായത് ആക്ച്വൽ എമൗണ്ട് 800 rupees ഉള്ളായിരുന്നു. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിന്റെ റേറ്റ് 5% ഉള്ളൂ. പക്ഷെ ബൈ മിസ്റ്റേക്ക് സപ്ലയർ ഇൻവോയ്സിൽ മെൻഷൻ ചെയ്ത് 1000 rupees എന്നും GSTയുടെ റേറ്റ് 12% എന്നാണ്. അതായത് സപ്ലയർ റെസിപ്പിയന്റിന്റെ കയ്യിൽ നിന്ന് അഡീഷണൽ ഒരു 200 rupees മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് റേറ്റ് ആക്ച്വലി 5 ആയിരുന്നു. പക്ഷേ 12% റേറ്റ് ആണ് റെസിപ്പിയന്റിന്റെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്തിരിക്കുന്നത്. രണ്ട് സിറ്റുവേഷനിലും സപ്ലയറിന്റെ കയ്യിൽ എക്സ്ട്രാ എമൗണ്ട് ഉണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ സപ്ലയർ ഇഷ്യൂ ചെയ്യുന്നതാണ് ക്രെഡിറ്റ് നോട്ട്. അതായത് ദ ടാക്സബിൾ പേഴ്സൺ ഹു ഹാസ് സപ്ലൈഡ് സച്ച് ഗുഡ്സ് ഓർ സർവീസസ് shall issue to the recipient a credit note containing the prescribed particulars.
അതായത് റെസിപ്പിയന്റിന്റെ കയ്യിൽ നിന്ന് എക്സ്ട്രാ എമൗണ്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള എമൗണ്ട് തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, റെസിപ്പിയന്റിന് തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് ഇൻവോയ്സ് ആണ് ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. അതായത് ഈ കേസിൽ എക്സ്ട്രാ 200 റുപ്പീസ് സപ്ലയറിന്റെ കയ്യിലുണ്ട്, ആക്ച്വലി 800 ഉള്ളൂ, പക്ഷേ 1000 റുപ്പീസ് ആണ് ഇൻവോയ്സിൽ മെൻഷൻ ചെയ്ത്. സോ റെസിപ്പിയന്റിന്റെ കയ്യിൽ നിന്ന് ഒരു എക്സ്ട്രാ 200 രൂപ സപ്ലയറിന്റെ കയ്യിലുണ്ട്. ആ 200 രൂപ റെസിപ്പിയന്റിന് തിരിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് GST റേറ്റ് മെൻഷൻ ചെയ്തിരിക്കുന്ന കൂടുതലാണെങ്കിൽ, ഈ കേസിൽ ആക്ച്വലി 5% ഉള്ളൂ, പക്ഷേ ഇൻവോയ്സിൽ 12% കാണിച്ചു. ഈ രണ്ട് സിറ്റുവേഷനിലും ക്രെഡിറ്റ് നോട്ട്സ് ഇഷ്യൂ ചെയ്യാം. അതായത് എപ്പോഴെങ്കിലും റെസിപ്പിയന്റിന്റെ കയ്യിൽ നിന്ന് എക്സ്ട്രാ എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെസിപ്പിയന്റിന് ആ എമൗണ്ട് റീഫണ്ട് ചെയ്യുന്നതിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് ഇൻവോയ്സ് ആണ് ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. ഡെബിറ്റ് നോട്ടിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു, എപ്പോഴൊക്കെയാണോ ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് അപ്പോഴൊക്കെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി സപ്ലയറിൻ്റെ ഇത് ഇൻക്രീസ് ചെയ്യും. അതായത് ആ റിസീവ് ചെയ്യുന്ന എക്സ്ട്രാ എമൗണ്ടിന്റെ ടാക്സും കൂടെ ഗവൺമെന്റിലേക്ക് പേ ചെയ്യണം. പക്ഷേ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ സപ്ലയർ റെസിപ്പിയന്റിന്റെ എമൗണ്ട് റീഫണ്ട് ചെയ്യുവാണ്. ആ കേസിൽ സപ്ലയറിന്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്തിരിക്കും. അതായത് ഡെബിറ്റ് നോട്ട്സ് ഇഷ്യൂ ചെയ്യുന്നത് റെസിപ്പിയന്റിന്റെ കയ്യിൽ നിന്ന് എക്സ്ട്രാ എമൗണ്ട് റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ക്രെഡിറ്റ് നോട്ട്സ് ഇഷ്യൂ ചെയ്യുന്നത് റെസിപ്പിയന്റിന് എമൗണ്ട് റീഫണ്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഡെബിറ്റ് നോട്ടുകളും ക്രെഡിറ്റ് നോട്ട്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.